പുണ്യം നിറഞ്ഞ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് മഗ്‌രിബിന് മുമ്പ് മനോഹരമായ ഒരു ദുആ ഒന്ന് ചൊല്ലാൻ പറ്റിയാൽ ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയ ആ പ്രാർത്ഥന ഏതാണെന്ന് പഠിക്കണം. നമുക്കിന്ന് വേറൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഒരു മനോഹരമായ പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു പെട്ടെന്നുള്ള മരണം തരൂല, ഈമാനോടുകൂടെ മരിക്കാനുള്ള അവസരം തരും. മറ്റൊന്നൊരു അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈപിടിക്കും. ഇതിലപ്പുറം നമുക്ക് എന്ത് ഭാഗ്യമാണ് വേണ്ടത്? 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഇന്ന് ഹാപ്പി ആയില്ലെങ്കിൽ പിന്നെ എന്ന് ഹാപ്പി ആകാനാണോ? ഇങ്ങനൊരു വെള്ളിയാഴ്ച കിട്ടിയില്ലേ? ഇക്കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലേ? പരിശുദ്ധ മുഹറം മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, പടച്ചോൻ നമുക്ക് അതുപോലെ ആക്കിത്തരും ഒരു കൊല്ലം. അള്ളാഹു അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമല്ലേ ഒന്ന് ചിരിക്കാൻ കഴിയാന്ന് പറയണത്. സയ്യിദുൽ അയ്യാമല്ലേ? ആഴ്ചകളിൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് അത്രേ. ആ വെള്ളിയാഴ്ച ഒന്ന് ചിരിച്ചാൽ ബാക്കിയുള്ള ദിവസമൊക്കെ അടിപൊളിയാവൂലേ? ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം ഇന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഒരു 3 പ്രാർത്ഥനകൾ, അതിൽ 2 ദുആയും ഒരു സ്വലാത്തും മനസ്സറിഞ്ഞ് നമ്മളൊന്ന് ചൊല്ലിയാൽ പെട്ടെന്ന് മരിക്കൂലടോ. അതുപോലെ തന്നെ ഒരു കൊല്ലം സെറ്റാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈപിടിക്കും. അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ എല്ലാവരും ഇന്ന് പറയുന്നത് പോലെ ലൈഫിൽ അപ്ലൈ ചെയ്യൂലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച എന്തൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്? മുത്തുനബിയുടെ സുന്നത്തുകൾക്ക് വളരെ അധികം പ്രത്യേകതകൾ കൽപ്പിക്കണം. കുളിക്കാറില്ല എല്ലാവരും? വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ ഇത് വെള്ളിയാഴ്ചയുടെ സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ കുളിച്ചു നോക്കിയേ. ആ കുളിക്ക് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. നഖം മുറിക്കുക മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ, കഹ്ഫ് ഓതുക മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക മുത്തുനബിയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ. ഇല്ലേ? ഇതൊക്കെ വെള്ളിയാഴ്ച ചെയ്യേണ്ടതാണ്. എല്ലാത്തിലുപരി അസ്സലാത്തു അലൻ നബി, മുത്തുനബിയുടെ മേലിലുള്ള സ്വലാത്ത്, അതൊക്കെ കൊണ്ട് വെള്ളിയാഴ്ച ധന്യാക്കണ്ടേ നമ്മൾ. എല്ലാത്തിലുപരി ദുആ സിലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആയുധമാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതൊക്കെ പരിഹരിക്കാനുള്ള സംഗതി ദുആയാണ്. സോ അത് ഞങ്ങളൊക്കെ എന്തോരം ദ്വാരന്നിട്ടും മാറണില്ല. ആ മനസ്സുള്ളതുകൊണ്ടാണ് നമ്മൾ ദ്വാരന്നിട്ട് മാറാത്തത്. ഇഖ്ലാസോടെ, തഖ്വയോടെ, പടച്ചോനോടുള്ള പ്രണയത്തോടുകൂടെ നമ്മൾ ദ്വാരുന്നല്ലേ. ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ദുആ പറഞ്ഞുതരാം. ഈ ദുആ ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളൊരു കൊല്ലം അള്ളാഹു അടിപൊളിയാക്കി തരും, സന്തോഷം നിറഞ്ഞതാക്കി തരും. ഇത് മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റാത്തീബ് ഒക്കെ നമ്മൾ ചൊല്ലാറില്ലേ? ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ ഇമാം ഹദ്ദാദ് ഉണ്ടാക്കിയ റാത്തീബ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് മുഴുവൻ ഹദ്ദാദിലുള്ള മുഴുവൻ ദിക്റും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്ന ദിക്റാണ്. ആ ദിക്റുകളെ ക്രോഡീകരിച്ചിട്ട് നമുക്ക് എളുപ്പത്തിലാക്കി തന്നതാണ് മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി. അതുകൊണ്ട് അത് ഹദ്ദാദ് റാത്തീബ് എന്നറിയപ്പെടാൻ. ആ ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ച മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു മഹാന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുണ്ട്. മഹാനായ ഹബീബ് അഹ്മദ് ബിൻ സൈൻ അൽ ഹബശി എന്ന് പറയുന്ന അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാന് ഹദ്ദാദ് ഇമാമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദുആ ഉണ്ട്. ഈ ദുആ സുബ്ഹിൻ്റെ ശേഷം ഒരു തവണ ചൊല്ലിയാൽ, ഒരുപാടൊന്നും വേണ്ടടാ, ഒരു തവണ, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷം ഒരു തവണ നമ്മൾ വെറുതെ ഈ ദുആ തന്നെ ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ദ്വാരക്കണതിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർത്താൽ മതി. ഇതൊന്ന് മനപ്പാടാക്കിക്കോ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളിത് മനപ്പാടാക്കണം. ഈ ദുആ ചെറിയൊരു ദുആയാണ്. ഈ ദുആ ചൊല്ലിയാൽ, രാവിലെ ചൊല്ലിയാൽ ഒരു ദിവസം ഹാപ്പിയാണ്, ഡെയിലി ചൊല്ലിയാൽ ഒരാഴ്ച ഹാപ്പിയാണ്, ആ ആഴ്ച ഫുള്ള് ചൊല്ലിയാൽ ഒരു മാസം ഹാപ്പിയാണ്, ആ മാസം മുഴുവൻ ചൊല്ലിയാൽ, അതുപോലെ അങ്ങനെ ചൊല്ലിപ്പോന്നാൽ ഒരു കൊല്ലം മുഴുവൻ സന്തോഷം നിറയും. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാധനവും നമ്മളിലേക്ക് വരില്ല എന്നാണ്. ആ ദുആ നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലി നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم
يا من ختمت النبوة والرسالة بسيدنا محمد صلى الله عليه وسلم اختم يومي بخير وشهري بخير وسنتي بخير وعمري بخير إنك على كل شيء قدير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ആദ്യം ഹംദ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുവേ യാ മൻ ഖതംത നുബുവത വറിസാലത ബിസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നുബുവത്തിനും റിസാലത്തിനും അന്ത്യം കുറിച്ച അല്ലാഹുവേ, മുത്തുനബിയെ അവസാനത്തെ പ്രവാചകരാക്കിയ പടച്ചോനെ, മുത്തുനബിയാണല്ലോ അവസാനത്തെ നബി, വേറൊരു നബിയും റസൂലും ഇനി വരാനില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ നബിയായി മുത്ത് റസൂലിനെ നിയോഗിച്ച പടച്ചോനെ, ഇഖ്തിം യൗമി ബി ഖൈർ, പടച്ചോനെ എൻ്റെ ദിവസം നീ സന്തോഷത്തിലാക്കണേ, ഖൈറാക്കി തരണേ. വശഹരി ബി ഖൈർ, ഈ മാസം നീ ഖൈറാക്കി തരണേ. വസനത്തി ബി ഖൈർ, ഈ കൊല്ലം നീ ഖൈറാക്കി തരണേ. വഉമരി ബി ഖൈർ, എൻ്റെ ആയുസ്സിൽ മുഴുവൻ നീ ഖൈർ നൽകണേ. എന്നിട്ട് പറയാൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചോനെ ഇതിനൊക്കെ നീ കഴിവുള്ളവനാണല്ലോ അല്ലാ. പിന്നെ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഈ മഗ്രിബിന് മുമ്പ് വരെയുള്ള സമയം, അസറിന് ശേഷമുള്ള സമയം പ്രത്യേകിച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ ദ്വാരക്കണം എന്താണ്? ഹദ്ദാദ് ഇമാമിൻ്റെ ഈ ദ്വായാണ്. അതിലുള്ളത് എന്താ? ഈ ദിവസം ഹൈറാക്കണേ, വരുന്നൊരു മാസം ഹൈറാക്കണേ, ഒരു കൊല്ലം ഹൈറാക്കണേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഹൈറാക്കണേ എന്ന് മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് അള്ളാഹിനോട് ദ്വാരുന്നാൽ പടച്ചോൻ ആ ദ്വാ ഒന്ന് സ്വീകരിച്ച് കിട്ടിയാൽ ഒരു കൊല്ലം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരുമോ? ഒരു കൊല്ലം പിന്നെ ലൈഫ് അടിപൊളിയായില്ലേ അല്ലേ? നമ്മൾ ജോലി എടുക്കുമ്പോൾ സന്തോഷം കിട്ടും. നമുക്ക് തൃപ്തിയുള്ളൊരു ജീവിതം കിട്ടാൻ ഈ ദുആ ഇന്ന് തന്നെ ചൊല്ലണം. ചൊല്ലൂല എല്ലാവരും? അല്ലാഹു തൗഫീഖ് കിട്ടും. ഒന്നുകൂടെ നോക്കിയേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ യാ മൻ ഖതംത നുബുവത വറിസാലത ബിസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം اختم يومي بخير وشهري بخير وسنتي بخير وعمري بخير إنك على كل شيء قدير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. അപ്പോൾ ഒരു കൊല്ലം അടിപൊളിയാക്കാൻ ഇന്ന് ഈ ദുആ ചെയ്യാം. മറ്റൊന്ന് ഒരു സ്വലാത്താണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ഒരു അത്ഭുത സ്വലാത്ത്. ഇത് ചൊല്ലിയതാരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ഷാഫി ഇമാമൊക്കെ പതിവാക്കിയ ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും? അവരൊക്കെ ഒരു സ്വലാത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ സ്വലാത്തിൻ്റെ പോരിശ എത്രയായിരിക്കും? അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വഫാത്തിന് ശേഷം വലിയ സ്ഥാനം ലഭിക്കാൻ, ഷാഫി ഇമാമിനൊക്കെ സ്വപ്നത്തിൽ കാണുന്ന മഹാന്മാർ ചോദിക്കും, അങ്ങ് ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്താൻ കാരണം എന്താണ്? അത് എൻ്റെ കിതാബിൻ്റെ തുടക്കത്തിൽ ഞാൻ എഴുതിയ സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? ചെറിയൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറക الذاكرون വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. പ്രശ്നേ എന്തൊരു അത്ഭുത സ്വലാത്താണിത്. അപ്പോൾ ഈ സ്വലാത്ത് ഇന്ന് മനസ്സറിഞ്ഞൊരു 33 തവണയെങ്കിലും നമ്മൾ ചൊല്ലുക. മുത്തുനബിയുടെ ഇഷ്ടം ലഭിക്കാൻ ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അതായത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അത്ര വലിയ സ്ഥാനം കിട്ടിയത് മുത്തുനബിയുടെ ഇഷ്ടം കിട്ടിയതുകൊണ്ടാണല്ലോ. മുത്തുനബിയുടെ ഇഷ്ടം കിട്ടാനുള്ള ഒരു കാരണം ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിയത് കൊണ്ടാണ്. അവിടുത്തെ കിതാബ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ്. അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറക الذاكرون വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ചൊല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് മരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എന്ത് ചോദ്യമാണ് ഉസ്താദേ, പെട്ടെന്ന് മരിക്കാനാ? പെട്ടെന്ന് മരിക്കാതിരിക്കാൻ ഒരു ദുആ ഉണ്ട്. പെട്ടെന്ന് മരിക്കാതിരിക്കാൻ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ മരിച്ചാലും ഈമാനോടെ മരിക്കാൻ ഇന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, വെള്ളിയാഴ്ച രാവും പകലും മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണത് അല്ലേ? ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന
وأمتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين اللهم അല്ലാഹുവേ അഹീന അലൽ കിതാബി വസ്സുന്ന പഠിച്ചോനെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിക്കാനും നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഫീ ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവിലെ ഔ ഫീ നഹാരിഹ അല്ലെങ്കിൽ അതിൻ്റെ പകലിൽ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വെള്ളിയാഴ്ച രാവും പകലൊക്കെ മരിക്കുന്നവർക്ക് ഖബറിൽ വലിയ സൗഭാഗ്യമുണ്ട്, എല്ലാവർക്കും അല്ല, ഈമാനുള്ളവർക്ക്. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് ഈമാനും തൗബയും കിട്ടി മരിക്കണം, അല്ലാതെ മരിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ദുആ പതിവാക്ക് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട്. ഈ ദുആ മനസ്സറിന് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ചോൻ അവനിങ്ങനെ ഒരു ഔദാര്യം എന്നോണം ദീർഘായുസ് ഇട്ട് കൊടുക്കും. പെട്ടെന്നുള്ള മരണം കിട്ടൂല, പെട്ടെന്ന് മരിക്കുക. നമ്മളെപ്പോഴാണെങ്കിലും മരിക്കും. പക്ഷെ ചില മരണങ്ങൾ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാതെ മരിക്കാൻ, പെട്ടെന്ന് നെഞ്ചുവേനൊന്ന് മരിക്കുക, പെട്ടെന്ന് ആക്സിഡൻ്റ് ഒന്ന് മരിക്കുക. അല്ല, ഇത്തിരി സമയം കിട്ടി മരിക്കണമല്ലോ അല്ലേ? അങ്ങനെ മരിക്കാൻ പറ്റും എന്നാണ്. അള്ളാഹു തൗഫീക്ക് ഈമാൻ അല്ലാഹ് സലാമത്താക്കി തരട്ടെ. 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്നെന്താണ്? ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദുആ, ഒരു കൊല്ലം അടിപൊളിയാകും, ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല അല്ലേ, ഒരു കൊല്ലം ഖൈറാകാൻ ഈ ദുആ മതി. രണ്ടാമത്തെ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണ്, ഷാഫി ഇമാമ ചൊല്ലിയ സ്വലാത്ത്. മുത്ത് റസൂൽ നമ്മുടെ കൈ പിടിക്കും. മൂന്നാമത്തത് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ, ഈമാനോടുകൂടെ മരിക്കാൻ ഈ ദുആ പതിവാക്കുക. നാലാമത്തെ കാര്യം എന്താ? വെള്ളിയാഴ്ച ദിവസം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ റിലീഫ് പദ്ധതി ഇവിടെ ഉണ്ട്. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. അവരുടെയൊക്കെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല, അതുപോലെ ഒരുപാട് കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ ഉസ്താദ് നമ്മളോട് സഹായം ചോദിച്ചപ്പോൾ ഏറ്റെടുത്ത് പോയതാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല നിലയിൽ. ഇന്നീ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇക്കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം, ഈ മുഹറത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം, ഈ വെള്ളിയാഴ്ച എങ്ങനെയാണ് അതുപോലെ അത് നമ്മുടെ ലൈഫ് മുഴുവനും അല്ലേ. ഇപ്പോൾ കഴിയുന്നത് പോലെ ഈ 2 നമ്പറിലേക്കോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ നെയ്യത്താക്കി വെച്ചിട്ട് അടുത്ത ദിവസം എപ്പോഴാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നല്ല നിലയിലൊന്ന് ഹദിയ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൊല്ലം അള്ളാഹു നമുക്ക് സന്തോഷമാക്കി തരൂലേ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹു ഏറ്റെടുക്കൂലേ. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അസ്വദഖത്തു റദ്ദുൽ ബലാ, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ എന്തെല്ലാം ബലാ നിങ്ങൾക്ക് വരാനുണ്ടോ അതൊക്കെ പടച്ചോൻ തട്ടിക്കളയും. നമ്മളെ പഠിപ്പിച്ചതാരാ? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വരുന്ന ആശൂറാ ദിവസം നമുക്ക് വലിയൊരു മജ്ലിസ് നടത്തണം. വേണ്ടേ? നിങ്ങൾ പറയും വേണ്ടേ? നമുക്ക് അധികമൊന്നും വേണ്ട. ഒരു 4444 നാരിയത്ത് സ്വലാത്ത്. ചിലർ പറയും ഉസ്താദ് ഞാൻ തന്നെ അത് ഏറ്റെടുത്തോളാം. ആയിക്കോട്ടെ, അല്ലെ ഒരാൾ ഒരു 11 വെച്ച് ചൊല്ലിയാൽ മതി, അപ്പോൾ തന്നെ ലക്ഷക്കണക്കിനാവും. എന്നാലും പറയും ഒരു 11 ആരിയത്ത് സ്വലാത്ത് ആശൂറാ ദിവസത്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നലെയും എന്നും പറയേണ്ടതാണ്, ഐഷു 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 എന്ന് ഭാര്യയെ നോക്കിയിട്ട് വിളിച്ചാൽ അവർക്ക് സ്നേഹം ഉണ്ടാവില്ല. ഐഷു എന്ന് സ്നേഹത്തോടെ വിളിക്കണം. അപ്പോൾ സ്നേഹത്തോടെ മുത്തുനബി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നീ ഈ മജ്ലിസ് കാണുന്ന സ്വഭാവ ലഹരിയിൽ പങ്കെടുക്കണ ഓരോരുത്തരും ഒരു 11 ആരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മതി ആശൂറാ ദിവസം. മനസ്സർ നിങ്ങൾ വെറുതെ ഒന്നും ഇരുന്ന് ചൊല്ലരുത്. ഒറ്റയ്ക്കിരുന്നിട്ട് ഖിബിലക്ക് അഭിമുഖമായിരുന്ന് ആരുമില്ലാത്ത സമയത്ത് തഹജ്ജുദിൻ്റെ നേരത്ത് മുത്തനബി കൽബിലിങ്ങനെ മദീന നിറഞ്ഞു നിൽക്കണം, വേറൊരു സംഗതിയും വേണ്ട. ആ ബോധ്യത്തിലുള്ള 11 ആരിയത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലോ ഇൻഷാ അല്ലാഹ്. ആശൂറാൻ്റെ ദിവസം, ആശൂറാ ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് അസറിന് ശേഷം പ്രാർത്ഥന കുത്തിലുള്ള സമയം കൂടെ, ആ സമയത്ത് മുത്തുനബിക്ക് അങ്ങ് ഹദിയ ചെയ്യണം. എന്തൊരു സന്തോഷമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം മുത്തുനബി നമ്മൾ നേരിട്ട് കാണുന്ന ദിവസവും ആശൂറാവും കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഒരു 11 ആരിയത്ത് സ്വലാത്ത്, കൂടുതലൊന്നും വേണ്ട. വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ എണ്ണം തേക്കാനല്ല, 11 വെച്ച് എല്ലാവരും ചൊല്ലൂലേ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് തന്നെയാണ് 5000 രൂപ സമ്മാനം ആർക്കാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ചു, ആമിന ബീവി വഫാത്താകുമ്പോൾ മുത്തുനബിക്ക് എത്ര വയസ്സാണെന്ന്. 6 വയസ്സ് പ്രായമാണ് എൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തിൻ്റെ പൊരുത്തം തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ആദ്യത്തെ റസൂൽ ആരാണ്? ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ഓർമ്മയുണ്ടോ നോക്കാനാണ്. ആദ്യത്തെ റസൂൽ ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ.
നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ. പരിശുദ്ധമായ ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരു കൊല്ലം ഞങ്ങൾക്ക് നീ സന്തോഷം നിറഞ്ഞതാക്കണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഒരുപാട് മുറാദുകളുണ്ട്, എല്ലാം ഹാസുലാക്കി തരണേ അല്ലാ. മനോവേദനകൾ നീക്കണേ അല്ലാ, പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. യാ റബ്ബനാ, സങ്കടങ്ങളാൽ നിറഞ്ഞ കൽബ് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പ്രയാസത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, ഖൈർ നൽകണേ അല്ലാ. എല്ലാ നന്മയുടെ കവാടങ്ങളും തുറന്നു നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ല. പടച്ചോനെ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ല, മടി മാറ്റണേ അല്ല, ഹൈറായ അഡ്മിഷൻ നൽകണേ അല്ല, ഉന്നത വിജയം നൽകണേ അല്ല, പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ല, കടക്കണിയിൽപ്പെട്ടവരുണ്ട് മോചനം നൽകണേ അല്ല, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. എന്തെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, ആ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം ഖബർ നീ വെളിച്ചാക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.